ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ എവിടെ പോകാൻ പാടി? ഇന്ന് കറങ്ങാൻ പോവല്ല, ആശുപത്രി പോവാണ്. പിന്നെ എൻ്റെ കാല് കഴിഞ്ഞ ദിവസം ഞാൻ പണിതുകൊണ്ടിരുന്നപ്പം ഓട് കഴുകിക്കൊണ്ടിരുന്നപ്പോൾ ഒന്ന് താഴെ വീണ് എൻ്റെ ഉപ്പൂറ്റിക്കൊക്കെ ഭയങ്കര വേദന. അപ്പോൾ അതൊന്നും കൊണ്ട് ആശുപത്രി കാണിക്കണം. പിന്നെ അമ്പാടിമോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, പക്ഷേ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റിയില്ല. കാരണം അമ്പാടിമോനും പനിയും ഛർദിലും ഒക്കെ ആയിട്ട് ആശുപത്രിയിലൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അമ്പാടിമോനെ ഒന്നുകൂടെ ആശുപത്രി കൊണ്ടുപോകണം. എൻ്റെ കാല് വയ്യ, അതുകൊണ്ട് ഒന്ന് ആശുപത്രി കാണിക്കണം അല്ലേ മോളെ? അപ്പോൾ അങ്ങനെയുള്ള പരിപാടിയായിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് വണ്ടി എടുത്തോണ്ട് വേണം കേട്ടോ കാറിൻ്റെ അങ്ങോട്ട് പോവാൻ. അപ്പം അച്ഛൻ ദാ വണ്ടി തിരിച്ചോണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ടായി. നമ്മുടെ ഇവിടെ കാണിച്ചു, നമ്മുടെ ഇവിടെ മൂന്നുപേരും വലുതായില്ലേ? മൂന്നുപേരും വലുതായ ഞാൻ വലുതാകുന്നില്ല, കുട്ടികളെല്ലാം വലുതായി ഇല്ലയോ? അതുകൊണ്ട് വണ്ടിയുടെ അവിടെ വന്നു കേട്ടോ. അച്ഛൻ ദാ വണ്ടി എടുക്കാൻ പോവാണേ. അങ്ങനെ ഞങ്ങൾ വന്ന് വണ്ടിക്കകത്ത് കയറി. നമ്മളവിടുന്ന് ഒത്തിരി വരണം ഇങ്ങോട്ട്. നമുക്ക് അവിടുന്ന് വഴി സൗകര്യം കുറവായതുകൊണ്ട് അവിടുന്ന് നടന്ന് ഇവിടെ വന്നിട്ട് വേണം നമ്മൾ വണ്ടി എടുക്കാൻ. നമ്മൾ ഈ വണ്ടി ഇവിടെ ഇങ്ങനെ ഒരു കിലോമീറ്റർ ഇപ്പുറത്തായിട്ടായിട്ടേക്കുന്നത് അല്ലേ അമ്പാടി? ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പോകാൻ തുടങ്ങുക. വണ്ടി സ്റ്റാർട്ട് ചെയ്തു, ഇനി ബാക്കി പോകുന്ന വഴിക്ക്. നമ്മളങ്ങനെ ഇച്ചിരി ഉള്ളിലായിട്ടാണ് താമസം. നമ്മുടെ കുന്നത്തുനിന്ന് ഇച്ചിരി ഉള്ളിൽ പോകണം. ഇത് നമ്മുടെ കാണുന്ന നമ്മുടെ കുന്നം ദേവീക്ഷേത്രത്തിൻ്റെ ഇതാണ്, കാണിക്ക വഞ്ചിയ. അവിടുന്ന് നമ്മളിങ്ങനെ പോവുകയാണ്. നമ്മൾ വെച്ചുച്ചിറക്കാണ് പോകുന്നത്. വെച്ചുച്ചിറ നമുക്ക് ഹെൽത്ത് ഉണ്ട്, ആശുപത്രി പോകുന്ന വഴിയാണ് ഇത് കേട്ടോ. ഇത് റാന്നി, അത്തിക്കയം, അങ്ങനെ വെച്ചുച്ചിറ, എരുമേലി എല്ലാം പോകുന്ന റൂട്ടായി. അപ്പോൾ നമ്മൾ ഹലോ, അപ്പോൾ നമ്മുടെ പ്ലാൻ മാറ്റി. ഇനി അടുത്ത പരിപാടി മക്കൾ പറഞ്ഞു നമുക്കിവിടെ ഹെൽത്തിൽ പോകണ്ട, നേരെ റാന്നി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോവുക. പ്ലാൻ മാറ്റി നമ്മൾ അവിടെ നിന്ന് വണ്ടി തിരിച്ചു അല്ലേ? അപ്പോൾ ഇനി നമുക്ക് നേരെ റാന്നിക്ക് പോവാം. ഇതാണ് നമ്മുടെ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തെ സ്ഥലം. നല്ല അടിപൊളി സ്ഥലമാണ്. കുന്നത്തുനിന്ന് ഇങ്ങനെ ഇറങ്ങി വരും ഇടമണ്ണിലോട്ട്. അതുകൊണ്ട് കാണുന്നതാണ് ഇവിടുത്തെ സോവാർ പള്ളി അല്ലേ മോനെ? സോവാർ പള്ളി.